ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇന്ന് നമ്മൾ മുറ്റത്ത് പുല്ലൊക്കെ ചെത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. കർക്കിടകമാണല്ലോ വരുന്നത്. അപ്പോൾ കർക്കിടകം പ്രമാണിച്ച് നമുക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. നല്ല മഴയായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാനും മുറ്റത്തെ പുല്ലൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട്, എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടൻ ഒഴിവുള്ള ദിവസമായിരുന്നു, നല്ല വെയിലുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് കേട്ടോ മുറ്റത്തെ പുല്ലൊക്കെ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ വീടിൻ്റെ പരിസരമാണെങ്കിൽ പെട്ടെന്ന് പുല്ല് കയറുന്ന ഒരു സ്ഥലമാണ്. നല്ലോണം പുല്ലുണ്ടാവും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വൃത്തിയാക്കുന്നിടത്തൊക്കെ പിന്നെ ആദ്യം നല്ല രീതിയിൽ പുല്ല് വരും കേട്ടോ. നല്ല വേനലിൽ മാത്രമാണ് ഒന്ന് വൃത്തിയായി എടുക്കുകയുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ മുറ്റത്ത് പുല്ലുണ്ടാവും. പിന്നെ അതിങ്ങനെ എപ്പോഴും ഫ്രീക്വൻ്റ്ലി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാറായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മുറ്റം എപ്പോഴും നല്ല വൃത്തിയിൽ കിടക്കുകയുള്ളൂ. നമ്മളൊന്ന് ഒരു സൈഡിലെ പുല്ലൊക്കെ ഒന്ന് ചെത്തി എടുപ്പാക്കി അപ്പുറത്തെ സൈഡാകുമ്പോഴേക്കും ഇപ്പുറത്തെ ആദ്യം പുല്ല് കയറിയിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. എങ്കിലും നമുക്ക് വൃത്തിയാക്കിയല്ലേ പറ്റുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഇഴജന്തുക്കളുടെ നല്ല പേടിയുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിക്ക് പാമ്പ് കടിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ പറ്റാവുന്ന രീതിയിൽ വെയിൽ കണ്ടപ്പോൾ നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങി കാണും. എൻ്റെ മോനാണെങ്കിൽ മുറ്റത്ത് കളിക്കുന്നതാണ് അവന് ഏറ്റവും ഇഷ്ടം. അവനും വീടിൻ്റെ അകത്ത് ഇരുന്ന് കളിക്കുന്നത് വളരെ കുറവാണ്. മഴ പെയ്യുമ്പോൾ മാത്രമാണ് വീടിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ ആൾ. അല്ലാത്ത സമയത്തൊക്കെ മുറ്റത്ത് കളികളാണ് കേട്ടോ. അപ്പോൾ അവനും ഇങ്ങനെ ഓടിച്ചാടി നടക്കണ കാരണം കൊണ്ടൊക്കെ ഒരു പേടിയാണ്. പിന്നെ അവനും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പുല്ല് ചെത്താനും കൈക്കോട്ട്. അത് ചെറിയ കൈക്കോട്ട് വാങ്ങിച്ചത് തന്നെ അവനും കൂടെ ചെത്താൻ വേണ്ടിയിട്ടാണ്. അവനല്ലെങ്കിൽ ഇങ്ങനെ സമാധാനം തരില്ല. അവന് കൈക്കോട്ട് കൊടുക്കാണ്ടും അവൻ പുല്ല് ചെത്താണ്ടും തൊഴിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ടാണ് ആ ചെറിയൊരു കൈക്കോട്ട് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ നല്ല രീതിയിൽ വെടുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഞാൻ 3 ദിവസത്തെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. ചെറിയൊരാളും കൂടി ഉണ്ട് എനിക്ക്, ഇളയ ആൾ. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയം നോക്കിയിട്ട്, അല്ലെങ്കിൽ അവൻ ആരെങ്കിലും കംഫർട്ടായിട്ട് ഇരിക്കുന്ന നേരത്താണ് ഞാൻ ഈ വക ക്ലീനിങ്ങിനൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടിക്കൊക്കെ നിൽക്കുക. അപ്പോൾ അതേ എൻ്റെ തുടച്ച് മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വർക്ക് ഏരിയ എത്തിയപ്പോഴേക്കും അവൻ എണീറ്റു കരഞ്ഞു വിളിച്ച്. അപ്പോൾ പിന്നെ അവനെ ഡീൽ ചെയ്യേണ്ടി വന്നു. ഇത് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ അടുക്കളയിൽ താഴെ ഒക്കെ എപ്പോഴും വൃത്തിയാക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ബർത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കയ്യെത്താറുമില്ല, ചെയ്യാറുമില്ല. അത് ഓപ്പണായിട്ട് കിടക്കുകയാണ്. കബോർഡൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. ഞാൻ ഇന്നാൾ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നീ പറഞ്ഞ പോലെ നല്ല പൊടിയൊക്കെ കണ്ട് ഞാൻ തിരിച്ചിറങ്ങി. പക്ഷേ എനിക്കത് ക്ലീൻ ചെയ്യാൻ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്താണല്ലോ നമ്മൾ മെയിനായിട്ട് ക്ലീനിങ്ങൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ ഓണം വരാറായി. അതിന് മുമ്പ് ദേ ഇപ്പോൾ കർക്കിടകത്തിൽ ഒരു വൃത്തിയാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ചേട്ടനെ ഓടിച്ച് ശീബോധീനെ ഇരുത്തുന്ന ഒരു മാസമാണല്ലോ അത്. നമ്മളുടെ വീട്ടിൽ അങ്ങനത്തെ ആചാരങ്ങളൊന്നുമില്ല, അങ്ങനെ ആചാരങ്ങളായിട്ടൊന്നും ചെയ്യാറില്ല. എന്നാലും അതിൻ്റെ പേരിലെങ്കിലും ഒന്ന് വൃത്തിയായി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ബർത്തിൻ്റെ മുകളിൽ പൊടിയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മയുണ്ട് കേട്ടോ താഴെ. ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്ത് ഇങ്ങനെ മോനിൻ്റെ കയ്യെത്താണ്ട് എടുത്ത് വെക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അവൻ പെട്ടെന്ന് ചോദിച്ച് തല്ല് പിടിക്കുമ്പോൾ കരയുമ്പോൾ ഒക്കെ അവൻ്റെ കയ്യെത്താണ്ട് എടുത്ത് വെക്കുന്നതുണ്ട്. പിന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ച് മുകളിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഉപയോഗിക്കാത്ത കുറേ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം കൂടെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലാക്കി വെച്ച് ഉപയോഗിക്കാത്തതൊക്കെ. പിന്നെ അവിടെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. ആ പൊടി മുഴുവൻ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ച് അടിച്ചെടുത്തു. അതിന് ശേഷം ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ തുടച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ ആ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കർക്കിടക മാസത്തിൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്താണ് 4 അമ്പല ദർശനത്തിൻ്റെ അമ്പലങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ എന്താ പറയുക, റോഡ് മുഴുവൻ ബിസി ആയിരിക്കും. തൃപ്രയാർ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രവും പായമലി ശത്രുഘ്നസ്വാമി ക്ഷേത്രവും ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം ഒക്കെ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തായിട്ടാണ് കേട്ടുള്ളത്. ഇതിൽ പായമല അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ഇന്നവരെ 4 അമ്പല ദർശനത്തിന് പോയിട്ടില്ല കേട്ടോ, അതൊരു വാസ്തവമാണ്. ഈ അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുതിട്ടുണ്ട്, പക്ഷേ 4 അമ്പല ദർശനം ആയിട്ട് ഇന്നവരെ പോയിട്ടില്ല കേട്ടോ. ഇത് നമ്മളുടെ ചുറ്റുവട്ടത്തുനിന്ന് അങ്ങനെ പോകൽ കുറവാണ്. പുറത്തുനിന്നുള്ള ആളുകളാണ് കൂടുതലും ഈ 4 അമ്പല ദർശനത്തിനായിട്ട് എത്താറുള്ളത് കേട്ടോ.
ഈ റാക്കുകളിലൊക്കെ കുറേ ഉപയോഗിക്കാത്ത ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇരുന്നിരുന്നത്. നമ്മുടെ വീടിൻ്റെ പാർക്കലിൻ്റെ സമയത്ത് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതും പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കാർഡ്ബോർഡ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് എല്ലാം നല്ല വൃത്തിയാക്കി അടുക്കി വെച്ചു കേട്ടോ. ഈ ബർത്ത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് സമാധാനമാണെന്നറിയോ. എനിക്ക് എന്തായാലും ചെയ്തിട്ട് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ക്ലീനിങ് പരിപാടികൾ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.